എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 10 2026 വൈകുന്നേരം 4 മണി കഴിഞ്ഞു. ഇന്നൊരു പ്രസ് മീറ്റ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയാസിനും ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം ഞാനത് ലീഗലി ഓൾറെഡി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തതാണ്. ലീഗലി മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഓൾറെഡി മുന്നേ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, റീസെൻ്റ്ലി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലും അതിൽ കൊടുത്തിരുന്ന ആൾക്കാർ ഇത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവർ വരെയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് സമയമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ മാത്രം ഇതേപോലത്തെ ഒരു എന്താ പറയുക അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പം ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഉത്തരം പറയാമെന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം നമുക്കിങ്ങനെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ലോ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം ഒക്കെ ഉള്ളപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ ക്ലാരിഫിക്കേഷൻ പറയാമെന്ന് പറയുമ്പോഴേ ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇത് കണ്ടിരുന്ന പലർക്കും അറിയണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയത്. ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനാൻഷ്യൽ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ബിഗ് ബോസ് വരെയും വന്നത്. ബിഗ് ബോസിന് ശേഷമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തു ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫണ്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2024 ചെറിയ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാവർക്കും വരുന്നതാണ്. അത് അംബാനി തൊട്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരും. ഫണ്ട് ചിലപ്പം നമുക്ക് കുറവ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, തിരിച്ചു കൊടുക്കും. അത് മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നടക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ള മെയിനായിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാശ് ഞാൻ ഈ പറഞ്ഞ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണ് ഇവിടുത്തെ അലിഗേഷൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു ക്രിമിനൽ ക്രൈം ഈ പറഞ്ഞ കണക്ക് കൊലപാതകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പോസ്കോ കേസോ അല്ലെങ്കിൽ റേപ്പ് കേസോ മർഡറോ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ്. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിൻ്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ 2025 ഒരു ഫെബ്രുവരി ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളെ മരിച്ചുപോയ റോയ് സർ, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ റോയ് സാറിൻ്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബർത്ത്ഡേ എൻ്റെ മാരേജിൻ്റെ ദിവസമായത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരടുത്ത് പറഞ്ഞു എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എന്തെങ്കിലും ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞപ്പോൾ എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദലക്ഷ്മിനെ അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ അബിൽ ദേവും വേദലക്ഷ്മിയും കൂടെ നമ്മളെ ബൊട്ടീക്കിൽ വരുന്നു. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽ ദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾ പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിഗ് ബോസിൻ്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആദില നൂറൊക്കെ അഗൻസ്റ്റൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനന്ന് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി ഞാൻ വിചാരിച്ചു ഇയാളൊരു ഫ്രണ്ടല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യലിയുള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 വീഡിയോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഈ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ വോയിസോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ല. മനസ്സിലായില്ല? കാരണം നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന കാണെങ്കിൽ റെക്കോർഡ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇൻറ്റൻഷൻ ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ കണക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പം ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല.
ഇയാൾ ഈ പറഞ്ഞു നടക്കുന്നുണ്ട് ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചിരുന്നു. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. അതേപോലെ പല പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പം ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ഈ ശരി, ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ടല്ലേ, നമ്മളെ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ്, ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽ ദേവ് ഈ പറഞ്ഞ ബിഗ് ബോസിൻ്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിന് മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുണ്ട്, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റാ. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഓക്കെ, ഈ സെക്കൻഡ് വരെയും ഈ പുള്ളിക്കാരി എന്താ ആവശ്യപ്പെടുന്നത്, പുള്ളിക്കാരിക്ക് ഞാൻ ഫണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സെക്കൻഡ് വരെയും പുള്ളിക്കാരിയുടെ ചാറ്റിൽ എനിക്ക് പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നില്ല. എന്തുകൊണ്ട് അയച്ചു തന്നില്ല? ഇപ്പോൾ പുള്ളിക്കാരിക്കാണ് ഫണ്ട് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചാണ്. അതുമാത്രമല്ല, ഈ അബിൽദേവനും വേദലക്ഷ്മിക്ക് അഗേൻസ്റ്റ് ഇതിനു മുന്നേ എൻ്റെ വോയിസ് എല്ലാം ഞാൻ പബ്ലിക്കിൽ ഇടും. അതേപോലെ തന്നെ ഈ വീഡിയോസ്, ഈ പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്ത സെൽഫി വീഡിയോസ് എല്ലാം പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ത്രട്ടൻ ചെയ്ത്, ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് പോകാൻ വേണ്ടി മുൻകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്നെ അവരുടെ വീട്ടിൽ വിളിച്ച് വരുത്തി ഈ പറഞ്ഞ വേദലക്ഷ്മി വീഡിയോ എടുത്ത് ഈ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ ഫണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. അവിടെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വേദലക്ഷ്മിയാണ്, അവിടെ CCTV ഉണ്ട്, അബിൽദേവാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് പോയ സമയത്ത് ഈ പുള്ളിക്കാരി വേദലക്ഷ്മി പൊളിറ്റിക്കലി എന്നെ പറ്റി സ്റ്റോറീസ് ഇട്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ കറപ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഫണ്ട് ആവശ്യപ്പെട്ടു. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ പുള്ളിക്കാരൻ എന്തോ 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ആദ്യം പറഞ്ഞ് 36 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് 45 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം എന്ന്. ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇലക്ഷന് പോയ സമയത്ത് ഒരുപാട് കാശ് കിട്ടിയെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് ഒരു കാശ് പോലും ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ഞാനും മേടിച്ചിട്ടില്ല. ഓക്കെ, സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ത്രട്ടനിങ് തുടങ്ങുന്നു. ഞാൻ കമ്മീഷണറിനും തുമ്പ പോലീസ് സ്റ്റേഷനിലും ജനുവരി 31 2026 കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. കംപ്ലയിൻറ്റ് കൊടുത്ത പ്രകാരം അവിടുത്തെ SHO ഈ പറഞ്ഞ അബിൽദേവിനെയും വേദലക്ഷ്മിനെയും വിളിക്കുന്നു. ഇവരവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇവരവിടെ വന്നിട്ടില്ല, ഇവർ വന്നതുമില്ല. അതിനുശേഷം ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്, കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചെല്ലും, സാർ ഇത്ര രൂപ ഞാൻ കൊടുത്തു, ഇത്ര രൂപ തരാനുണ്ട് എന്ന് പറയും. അതല്ലേ ചെയ്യുന്നത്, അതല്ലേ മാന്യമായിട്ടുള്ള കാര്യം. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്ത്, ഞാൻ വന്ന് സോഷ്യൽ മീഡിയയിലല്ല ചെയ്യുന്നത്, ഞാൻ ആദ്യമേ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ല, അത് എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് തുമ്പ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ഇവരാരും വന്നില്ല, ഇവരാരും അതിന് റെസ്പോണ്ട് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഞാൻ ഇലക്ഷന് പോയി. ഇലക്ഷന് ശേഷം എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി. ഇലക്ഷൻ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി. 2-3 മാസം എൻ്റെ അമ്മയുടെ കാര്യമായിട്ട് തിരക്കിലായിരുന്നു, ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ട് തിരക്കിലായിരുന്നു. കഴിഞ്ഞ ജൂലൈ 3 എൻ്റെ അമ്മ മരണപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി. ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തിരിച്ച് ഇവരുടെ ത്രെട്ടനിങ് വീണ്ടും തുടങ്ങി. ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഈ വ്യക്തി ഇവരെന്താ ചെയ്യുന്നത്, ഇവരുടെ ടീം ഓഫ് ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വിളിച്ച എൻ്റെ ബ്രാൻഡിങ്, ഞാൻ ബ്രാൻഡ് അംബാസഡർ പല സ്ഥാപനത്തിൻ്റെ, ഈ ബ്രാൻഡിങ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം വിളിച്ചിട്ട് ഇതേപോലെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വർക്ക് എന്ത് ചെയ്യുക, മുടക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഇലക്ഷൻ സമയത്ത് ജനറൽ സെക്രട്ടറി, നമ്മൾ BJP ജനറൽ സെക്രട്ടറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇതേപോലെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി പറയുക. പിന്നെ ഇവരിപ്പോൾ എന്തോ BJPയിൽ ഒരു സംതിങ് വോയിസ് എന്ത് കിട്ടുന്നത്, അതിൽ ആദ്യം കുറച്ച് സൗണ്ട് മോഡുലേഷനൊക്കെ വരുത്തി ആയിട്ട് എഴുതുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, അത് ഒരു വർഷം മുന്നേ ഉള്ള സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ BJP ജോയിൻ ചെയ്തിട്ട് പോലും ഇല്ല. നമ്മളന്ന് നോർമലി സംസാരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എന്നെ അതിൽ മോശക്കാരനാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു, എനിക്ക് BJPനെ പറ്റി ABCD കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഞാൻ ജനിച്ചത് BJP ഒരു എന്താ പറയുക, ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ ഞാനിതിൽ പ്രവർത്തനമായിട്ട് വന്ന ഒരാളല്ല. എനിക്കെൻ്റെ ABCD അറിയത്തില്ല. ഞാനതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ജനങ്ങൾക്കും വേണ്ടി, എനിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യും, പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായി, ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ കാര്യം പറഞ്ഞു. ജനങ്ങൾക്കും വേണ്ടി, എനിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ രാജ്യത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇനിയും പ്രവർത്തിക്കുകയും ചെയ്യും.
അതേപോലെ തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേദലക്ഷ്മി പറഞ്ഞ വേദലക്ഷ്മിക്ക് കാശ് കൊടുക്കണമെന്നാണ് പറയുന്നത്. വേദലക്ഷ്മി എനിക്ക് അയച്ചു തന്നിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ധന്യ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് ഈ പുള്ളിക്കാരി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ നമുക്കൊരാൾക്ക് ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അവർ ഈ പറഞ്ഞ കണക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് തരാൻ വേണ്ടി പറയും. ഇന്നേ വരെ ആ വ്യക്തി എനിക്ക് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചറിയോ ഫെബ്രുവരിക്ക് ശേഷം അവിടെ ഒരു കോളോ വോയിസോ എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ വിളിച്ചിട്ട് റോബിൻ എനിക്ക് ഇത്ര രൂപ തരാനില്ലേ, ആ തരാനുള്ള എമൗണ്ട് എനിക്കൊന്ന് താന്ന് പറയണം. അതിനുശേഷം ഈ അബിൽ ദേവുമായിട്ടുള്ള ആ ഒരു വീഡിയോ പ്രകാരം ഈ പുള്ളിക്കാരി അവസാനമായിട്ട് ഫെബ്രുവരി 18 അപ്പോഴെപ്പോഴാണ് ഒരു മെസ്സേജ് എനിക്ക് അയക്കുന്നത് ഈ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ആ പറയുന്ന കാര്യം ജനുവരി 31 എന്നുള്ളത് അബിൽ ദേവിൻ്റെ കൂടെ പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരി സ്ക്രീൻ എന്ന് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. മനസ്സിലായില്ലേ? മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എന്ത് ചെയ്യുക, തെറ്റിദ്ധാരണ വരുത്തുക. ജെന്യുവനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ കണക്ക് ഇവർക്ക് ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആവശ്യമാണ് എൻ്റെ നിന്ന് ഫണ്ട് മേടിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരവിടെ വന്ന് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും ട്രാൻസാക്ഷനും എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് പറയാനുള്ള കാര്യവും ചെയ്ത് അതിലെന്താണോ അതിൽ കൊടുക്കാനുണ്ടോ മേടിക്കാനുണ്ടോ എന്ത് കാര്യമുണ്ടെന്നുള്ള അവിടെ വെച്ച് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യണം. എൻ്റെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ പ്രൊമോഷൻ ഞാൻ പറഞ്ഞ ഗീവ് അവേ ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ കൊടുത്തതെല്ലാം അക്കൗണ്ട് ട്രാൻസാക്ഷൻ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവർ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ മാർച്ചിലാണ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരുകയും ചെയ്തു. തന്ന പ്രകാരം ഞാൻ അതിലേക്ക് 11 ലക്ഷം രൂപ അതിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കാരണം അതുവരെ എനിക്ക് വിശ്വാസമായിരുന്നു ഇയാളെ മുന്നേ ഈ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം ഇത് ശരിയാവില്ലെന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് ഇയാൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് ആദ്യമായിട്ട് അയച്ചു തരുന്നത് മാർച്ചിലാണ്. മാർച്ച് 12 ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചത്. അതുവരെയും ഇയാൾ വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചിട്ട് അതിലേക്ക് ഫണ്ട് അയക്കുന്നതാണ് ഇയാൾ പറഞ്ഞിരുന്നത്. എൻ്റെ ബ്ലാങ്ക് ചെക്ക്, എൻ്റെ സ്റ്റാമ്പ് പേപ്പർ ഇതെല്ലാം ഇയാൾ എന്ത് ചെയ്തിരുന്നു മേടിച്ചു. ഞാനിത് ഫണ്ട് കൊടുത്തതിന് ശേഷം ഇത് ചോദിക്കുമ്പം നീ എനിക്ക് 40 ലക്ഷം രൂപ തരാനുണ്ട്, 45 ലക്ഷം രൂപ തരാനുണ്ട്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ റിസൾട്ട് വരുന്നതിന് മുന്നേ ഇവർ വീണ്ടും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ എനിക്ക് തോന്നുന്നു ആ ഹോളിഡേ ഹോട്ടലിലേക്ക് വരണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട് അവിടെ ചെന്നപ്പോൾ വേദലക്ഷ്മി സ്ഥിരം പോലെ വേദലക്ഷ്മി ഇതേപോലെ വീഡിയോ ചെയ്യുക. ഡോക്ടർ റോബിൻ്റെ ആദ്യം ചെയ്തതിൽ 36 ലക്ഷം, അടുത്തതിൽ 45 ലക്ഷം, ഇപ്പോൾ പറയുന്ന 75 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ്. നമ്മൾ ഒരാൾക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് എൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ തിരിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള കൂടുതൽ എമൗണ്ട് ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ജെന്യൂനായിട്ടൊരു ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. ഞാൻ അവർക്ക് വേണ്ടിയേ കംപ്ലയിൻറ്റ് കൊടുത്തത്. നിങ്ങൾ വരും എന്താ സംശയം, അവർ വരുന്നില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ വരാൻ പറഞ്ഞു, പോലീസിന് വരാൻ പറഞ്ഞ് വന്നിട്ടില്ല. ഇനി അനന്തുവിൻ്റെ കാര്യം, ഈ അനന്തു എന്ന് പറഞ്ഞ ഡ്രേക്ക് എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ 2-3 ദിവസം ഇവനെ എനിക്ക് പണ്ടോട്ടേ അറിയാം. ഓരോ അലിഗേഷൻ പോസ്കോ കേസിലെ പ്രതിയുണ്ട. ഇവന് ഒരുപാട് കാര്യങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3-4 ദിവസം മുന്നെയാണ് ഇവൻ ഇവിടെ ബൊട്ടീക്കിലേക്ക് വരുന്നതും. ഞാനൊരു പ്രസ് മീറ്റ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു, എന്താ പ്രശ്നം നോക്കുന്നു. അപ്പം ഞാൻ ഈ പ്രശ്നം കുറച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാട്ടാ, ഞാൻ നിങ്ങൾക്ക് ഇവർക്ക് എഗൻസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ വിടാൻ പറ്റും. എന്നിട്ട് ആ പെൺകുട്ടീനെ പറ്റിയും ഈ പറഞ്ഞ അബിൽ ദേവിനെ പറ്റി മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യും. എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഞാൻ പറഞ്ഞത് കോസ്റ്റ്ലിയാണ്, ഓക്കെ, അല്ല ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് ചിലവാകും. അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ ചിലവ് ചെയ്യാനൊന്നും കാശൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ അത്ര ഫണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ശരിയാട്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവൻ എന്ത് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇവൻ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആ അബിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ നമ്പർ തരുമെന്ന്. ഞാൻ നമ്പർ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കാണുന്ന അവർ രണ്ടിനും കൂടെ സെൽഫി ഇട്ട് ഫോട്ടോ എടുക്കുന്നു. പിന്നെ കംപ്ലീറ്റ്ലി എനിക്ക് എഗൻസ്റ്റാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന വീഡിയോ BJP പാർട്ടി എന്ന് വെച്ചാൽ BJP റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഇൻറ്റൻഷൻ ആക്ച്വലി ഈ ഫണ്ട് കൊടുക്കാനുള്ളത് തിരിച്ചു മേടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ആ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണോ? അത് ഞാൻ ഈ BJP പാർട്ടിയിൽ പോയതും ഈ കഴിഞ്ഞ ഇപ്പോൾ പ്രൊട്ടസ്റ്റിനും കാര്യങ്ങളെല്ലാം നിന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പലരും പറയുന്നുണ്ട് പ്രൊട്ടസ്റ്റിന് പോയി ഞാൻ എന്തിനാ നിന്നു. അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ PSCയിൽ ആ പറഞ്ഞ റാങ്ക് ഹോൾഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഒരു സെലിബ്രിറ്റീസ് പോലും അവിടെ പോയി ഇത്രയും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഞാൻ നിന്നിട്ടുണ്ട്, ഇനി നിൽക്കുകയും ചെയ്യും. ഇനി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ നിൽക്കും. മനസ്സിലായില്ലേ? ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്നത് കാരണം ഇവർക്കറിയാം BJPക്ക് എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, മറ്റുള്ള പാർട്ടിക്കാരും മറ്റുള്ള മതക്കാരും എല്ലാവരും ഇതിന് എഗൻസ്റ്റ് ആയിട്ട് നിന്ന് അവർക്ക് സപ്പോർട്ട് കിട്ടുമെന്നുള്ളത്. അത് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉപരി ഈ പറഞ്ഞ ആൾക്കാർ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കോർട്ടല്ല, കോടതിയല്ല സോഷ്യൽ മീഡിയ. അതാദ്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് സോഷ്യൽ മീഡിയ കാരണം ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഡിപ്രഷനും വിഷമം കാണാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ്, ഈ അബിൽ ദേവിന് കാശ് കൊടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്. ഈ അബിൽ ദേവ് ഇന്നേ വരെ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊണ്ടുപോയി കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് കൊടുത്തില്ല? അയാൾ ഈ വേദലക്ഷ്മിയെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് അബിൽ ദേവ് ജെന്യൂൻ ആണെങ്കിൽ അബിൽ ദേവ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? പിന്നെ വേദലക്ഷ്മിക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ വേദലക്ഷ്മി ഇന്നേ വരെ വേദലക്ഷ്മിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഇന്നേ വരെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ സെക്കൻഡ് വരെ എൻ്റെ അടുത്ത് റോബിൻ ഇത്ര രൂപ നീ എനിക്ക് തരാനുണ്ട്, ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞൊരു വോയിസിന് ഒന്ന് പറയട്ടെ.
ഒരു വോയിസ് അങ്ങനെ ഇല്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് കുറേ വീഡിയോസ് എല്ലാം വെച്ചിട്ട് ഇപ്പോൾ അവരെന്താ ചെയ്യുന്നത്, എൻ്റെ വോയിസ് എല്ലാം എടുത്ത് ഈ പറഞ്ഞ കണക്ക് എപ്പോഴും സംസാരിച്ച് ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് എന്നെ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? ഞാൻ അങ്ങ് നശിച്ചു പോകണം, ഞാൻ അങ്ങ് ഇല്ലാണ്ടാവണം, ഞാൻ ഇനി ഇങ്ങനെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല, നിന്നെ തൊലയ്ക്കും, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ അല്ലേ? നിങ്ങളുടെ ഇൻറ്റൻഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി ഫേസ് ചെയ്യുക, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരിക, നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ലീഗലി ഫേസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്ത് പബ്ലിക്കിലേക്ക് പറയുക. അല്ലാതെ ഈ പറയുന്ന നടക്ക് സ്റ്റോറി ഇട്ടിട്ട് കൗണ്ട് ഡൗൺ ഇട്ടിട്ട് ഇതെൻ്റെ ലാസ്റ്റ് പ്രസ് മീറ്റാണ്, ഇതിന് ശേഷം ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആസ് ഏർലിയസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ അനന്തുവിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരുപാട് കേസും കാര്യങ്ങളും എന്തോ ഗൾഫിലൊക്കെ 2018-19 വർക്ക് ചെയ്തില്ല തന്നെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് 76,000 ദിറംസ് എന്തോ ചീറ്റ് ചെയ്തെന്നോ അതിൽ 10 ദിവസം ജയിലിൽ കിടന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ അന്വേഷിക്കുക. മനസ്സിലായില്ലേ? എനിക്ക് പറയേണ്ട ഇത്ര കാര്യമുള്ളൂ. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ ഇൻറ്റൻഷൻ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ലീഗലി പോലീസ് സ്റ്റേഷനിൽ വന്ന് നിങ്ങളത് ഫേസ് ചെയ്യുന്നില്ല? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ അനന്തുവിൻ്റെ ആദ്യത്തെ വീഡിയോ BJP-നെ പറ്റിയാണ്. എടോ, നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ? ഞാൻ ഈ BJP ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ BJP-നെ പറ്റി ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് BJP-യുടെ ABCD അറിയത്തില്ലായിരുന്നു. ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നങ്ങ് പറയണോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറേ കാര്യങ്ങൾ അറിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് BJP എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, ഞാൻ ഇനി സപ്പോർട്ടും ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ എൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്താണ് പുള്ളിക്കാരൻ്റെ സംഭവം എന്നൊക്കെ. ഇത് എൻ്റെ ട്രാൻസാക്ഷൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതെൻ്റെ പഞ്ചാബ് നാഷണൽ, ഞാൻ 2 അക്കൗണ്ട് യൂസ് ചെയ്യാം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എൻ്റെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് കഴിഞ്ഞ 2.5 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. മനസ്സിലായില്ലേ? 2.5 വർഷത്തെ എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾമോസ്റ്റ് 5,44,00,000 രൂപയുടെ ട്രാൻസാക്ഷൻ എൻ്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ഇല്ലീഗലായിട്ടുള്ള ഒരു രൂപ പോലും ഇല്ല. ഇല്ലീഗലായിട്ട് ഞാൻ ഒരു മണി ലോണ്ടറിങ് അവരെന്തോ ഹവാല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ പോലും അതിൻ്റെ അകത്ത് നടന്നിട്ടില്ല. രണ്ടാമത്തത് എൻ്റെ HDFC ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. HDFC ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മിനിറ്റ്, അതും കൂടെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ലൈവായിട്ട് പാസ്വേഡ് കൊടുത്തു. ഓക്കെ, ഇതെൻ്റെ HDFC ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. കഴിഞ്ഞ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 6 മാസത്തിൽ 1,10,00,000 രൂപ അടുപ്പിച്ച് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിലൊന്നും ഒരു രൂപ പോലും ഇല്ലീഗലായിട്ടോ മണി ലോണ്ടറിങ്ങോ ഹവാലയോ ഒന്നും ചെയ്തിട്ടുള്ള ഫണ്ടുകളല്ല ഇത്. മനസ്സിലായില്ലേ? ഞാൻ പ്രോപ്പറായിട്ട് IT-യും കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്ത് പോകുന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ പാറ്റേൺ ഒന്ന് നോക്കിയേ. മീറ്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നു, അവിടെ ഒരു ലേഡി ഇതേപോലെ വീഡിയോ ഇടുന്നു, അതിനെ സപ്പോർട്ട് ചെയ്ത് ഇവരിത് ചെയ്യുന്നു. നിങ്ങൾ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയനെ ഒരു കോടതിയാക്കുന്നു? എന്തിനാണ് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ട് എന്താണ്? ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ BJP-ന്ന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ BJP-ന്ന് തന്നെ ഒന്ന് പുറത്താക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലേ? ഇതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇനി അങ്ങനെ ഒരു ഡിസിഷൻ അവർ എടുക്കേണ്ടി വന്നാലും വിത്ത് റെസ്പെക്റ്റ്ഫുള്ളി ഞാൻ പറയാണ്, എനിക്ക് BJP പാർട്ടീനെ ഇഷ്ടമാണ്. ഞാൻ മനസ്സുകൊണ്ടാണെങ്കിലും ഞാൻ അവസാനം വരെ ഞാൻ ഒരു BJP-കാരനായിരിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് കാര്യം നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായില്ല? പിന്നെ ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞാണെങ്കിൽ ഞാൻ പോസിറ്റീവും നെഗറ്റീവും ചേർന്നിട്ടുള്ള ഒരു പച്ചയ മനുഷ്യനാണ്. എനിക്ക് നല്ലവനായി ഉണ്ണിയായിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല. മനസ്സിലായില്ലേ? റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്റ്റും ചെയ്യും, പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ പറയാണ്, ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഈ അലിഗേഷൻസ് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കണക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരാളിൻ്റെ വോയിസ് സംസാരിച്ച സമയത്ത് പേഴ്സണലി പണ്ടെപ്പോഴും ചെയ്തെടുത്തിട്ട് ഇപ്പോൾ വന്ന് അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഇവരെന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്? അല്ല, ഞാൻ ചോദിക്കുക, എന്തിനാണ് ഇവരുടെ ഇൻറ്റൻഷൻ? എന്താണ്? എന്നെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായില്ലേ? സോ അത് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ജെന്യുവിനാണ്, ഈ പറഞ്ഞ അനന്തും ഈ പറഞ്ഞ ലക്ഷ്മിയും അബിൽദേവും ഇവർ 3 പേരും ഉണ്ട് കേട്ടോ. ഇവർ 3 പേരും ജെന്യുവിനാണെന്നുണ്ടെങ്കിൽ വന്നിരുന്ന് കാര്യങ്ങൾ ലീഗലി ഫേസ് ചെയ്യും. ഞാൻ റെഡിയാണത്. ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി കംപ്ലയിൻറ്റ് കൊണ്ടുകൊടുത്തത്. നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് വന്നില്ല? നിങ്ങൾ വിളിച്ചതല്ലേ 10 മണിക്ക് വരണമെന്നുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? നിങ്ങൾ ജെന്യുവിനാണെങ്കിൽ വരത്തില്ലേ? ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ പുള്ളിക്കാരിക്ക് സമയമില്ല, വരാനായിട്ട് സമയമില്ല, ഞാൻ ഇതിനൊന്ന് ഫേസ് ചെയ്യാം. പക്ഷേ ഇന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എൻ്റെ വക ചായയും പരിപ്പുവടയും ഉണ്ടാവും ആഫ്റ്റർ പ്രസ് മീറ്റ്, ഡോണ്ട് ലീവ് എന്ന് പറഞ്ഞിട്ട് പ്രസ് മീറ്റ് ഹാപ്പനിങ് ആറ്റ് 4 PM എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ള സമയം ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള സമയം പുള്ളിക്കാരിക്കില്ല. അപ്പോൾ എന്താണ് ഇൻറ്റൻഷൻ? പുള്ളിക്കാരി എന്തോ ഭയങ്കര സംഭവം പ്രശ്നങ്ങൾ കാര്യങ്ങളും എന്തോ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ 4 മണിക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിക്കുണ്ട്.
അപ്പോൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഇത് റിലേറ്റഡ് ആയിട്ട് വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇവർക്ക് ആദ്യമായിട്ട് അബിൽദേവനും ലക്ഷ്മിക്ക് അഗൻസ്റ്റ് കേസ് കൊടുക്കുന്നത് ഞാനാണ്. ജനുവരി 31 അന്ന് കമ്മീഷണർ, ട്രിവാൻഡ്രത്തെ കമ്മീഷണറിനും തുമ്പ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് വന്നില്ല. ഇപ്പോഴും അതേപോലെ ഞാൻ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്ത് വിളിച്ചിട്ട് വന്നില്ല. പിന്നെ എനിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫ് എനിക്കൊരു ഭയങ്കര സപ്പോർട്ടിങ് സിസ്റ്റമായിട്ടാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി, മനസ്സിലായില്ലേ? ആവശ്യമില്ലാതെ ഒരുപാട് പേര് പുള്ളിക്കാരെ ബ്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് ആവശ്യങ്ങളുള്ള സമയത്തെല്ലാം ഫിനാൻഷ്യലും എല്ലാ രീതിയിലും എനിക്ക് മെൻ്റൽ ഹെൽത്തും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്, മനസ്സിലായില്ലേ? നമ്മളെ തമ്മിൽ വെറുതെ അനാവശ്യമായിട്ട് പിരിക്കാൻ വേണ്ടി വീണ്ടും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലിടുന്നുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങൾ, ഈ സ്റ്റോറിയും ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ട് ആൾക്കാരിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ജെന്യൂനാണ്, സിൻസിയറാണ്, സത്യസന്ധരാണെന്നുണ്ടെങ്കിൽ ലീഗലി പോവൂ. ഞാൻ റെഡിയാണ്, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ലീഗലി പോകാൻ റെഡിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? നിങ്ങൾ വന്നത് പ്രൂവ് ചെയ്യൂ, മനസ്സിലായില്ലേ? സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് അനുഭവിച്ചു ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കാണുന്ന ജനങ്ങൾ നിങ്ങൾ എൻ്റെ വെർഷൻ മനസ്സിലാക്കുക. ഇനി അവരിനി എന്ത് വന്ന് പറഞ്ഞാൽ അവർ ഇനി അങ്ങോട്ടൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഇനി എന്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ? സിൻസിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളിൽ സത്യസന്ധനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി വായോ, ലീഗലി ഫേസ് ചെയ്യും, മനസ്സിലായില്ലേ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ജനുവരി 31 അന്നാണ് ഞാൻ ഇതേപോലെ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നത്, മനസ്സിലായി? ജനുവരി 31 ഞാൻ പറയട്ടെ ലെറ്റ് മീ കണ്ടിന്യൂ. ജനുവരി 31 ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഈ ജനുവരി 29-30 ഈ അബിൽദേവ് എന്നെ വിളിച്ചിട്ട്, എടാ നിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ എടുത്തിടും, നീ എനിക്ക് ഫണ്ട് അയച്ചു തന്നില്ലെങ്കിൽ നിന്റെ വീഡിയോ എടുത്തിടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ ചീത്ത വിളിച്ചു, മനസ്സിലായി? അവൻ്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി എന്നെ വിളിക്കുന്നതല്ല, ഇവരെന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്ത് വിട്ടു. വീണ്ടും എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയാണ് ഇതേപോലെ, എന്താണ് റോബിൻ, എൻ്റെ കാശ് എവിടെ? നിൻ്റെ കാശോ? അതിലാണ് ആ വോയിസ്. അങ്ങനെ ഏത് കാശ്? അപ്പം ഞാൻ ചോദിച്ചു ഏത് കാശ്, നിൻ്റെ ഏത് കാശ്? അപ്പം നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകണം. ഓൾറെഡി ഈ പുള്ളിക്കാരനെ ചീത്ത വിളിച്ചിട്ട് അജിറ്റേറ്റഡ് ആയി ഇരിക്കുന്ന അടുത്ത സെക്കൻഡിലാണ് അവരെൻ്റെ അടുത്തുണ്ട്, വിളിക്കുന്നു. എൻ്റെ വായിൽ നിന്ന് ഞാൻ ചീത്ത വിളിച്ച കാര്യം ഞാൻ വിളിച്ചെന്ന് തന്നെ പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ വിളിക്കുന്നുണ്ട്. അത് പക്ഷേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്കത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ പുള്ളിക്കാരി ചീത്ത വിളിക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യമുണ്ട്. ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചീത്ത വിളിച്ച, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ ഈ വോയിസ് വെച്ചിട്ട് എന്ത് ചെയ്യും? അബിൽദേവ് എൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ്, ഈ പുള്ളിക്കാരെ ചീത്ത വിളിക്കുന്ന വോയിസ് വെച്ചിട്ട് ഞാൻ അവളെ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുപ്പിക്കും. അതിന് മുന്നേ തന്നെ ഞാൻ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. സാർ എന്നെ ഇങ്ങനെ ത്രട്ടൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതേ വ്യക്തമായിട്ട് എൻ്റെ ആ റെസീറ്റും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ തുമ്പ പോലീസ് സ്റ്റേഷൻ കമ്മീഷണറിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെന്നെ ത്രട്ടൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ വോയിസ് വെച്ചിട്ട് നിനക്ക് എഗൻസ്റ്റ് ഇടുമെന്ന് തന്നെ പറഞ്ഞു. അത് തന്നെ അവരെന്ത് ചെയ്തു? അതിനുശേഷം ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിന്. അവർ ജനുവിനാണെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല പോലീസ് സ്റ്റേഷൻ? അന്ന് വിളിച്ചിട്ട് വന്നില്ലല്ലോ. എടാ നീ ഇപ്പോൾ ബ്രോൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, ബ്രോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ പോലീസ് സ്റ്റേഷനിൽ? നിങ്ങൾ ശരിയാണെങ്കിൽ ഞാനതാ ചെയ്ത. എന്തുകൊണ്ട് അവർ ചെയ്തില്ല, വന്നില്ല? ഇതുവരെയായിട്ട് വരാത്ത എന്തേ? ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് വരുന്നില്ല? അത് വരണ്ടേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ വേദലക്ഷ്മിയെ കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എഗൻസ്റ്റ് പോസ്റ്റ് ഇട്ടേക്കുന്നു, മനസ്സിലായില്ലേ? കുണ്ട്രയിലുള്ള, ഞാൻ കൊല്ലം കുണ്ട്രയിൽ നിന്ന് എത്ര പേര് ചോദിച്ചെന്നറിയോ ഇതെന്താ സംഭവം? ഞാൻ പിന്നെ ആ സമയത്ത് പ്രതികരിക്കാൻ പോയില്ല. പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം ആ സമയത്ത് വിവാദം വേണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളിക്കാരി ആ സമയത്ത് പെരുമ്പാറ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാണ് ഇതേപോലെ ഞാൻ എന്തോ ബ്രാൻഡ് അംബാസഡറായിട്ട് ജോയിൻ ചെയ്യാനായിട്ടിരുന്നു, ഇതേപോലെ എന്തോ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് എൻ്റെ പറഞ്ഞൊരു കംപ്ലയിൻറ്റ്. അപ്പം ഞാൻ ചോദിച്ചു, സാറിനോട് ചോദിച്ചു, സർ വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ ചോദിക്കും, ബ്രാൻഡ് അംബാസഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ്, അതിനൊരു ലീഗൽ എഗ്രിമെൻ്റ് ഉണ്ടാവും ഞാനും വേദലക്ഷ്മിയും തമ്മിൽ, അതൊന്ന് കാണിക്കാവൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാനാണ് ആദ്യമേ പോയി കംപ്ലയിൻറ്റ് കൊടുത്തത്. അത് മാത്രമല്ല ഈ പറഞ്ഞ കണക്ക് ഈ എന്താണ് ഫണ്ടിൻ്റെ കാര്യം ഇവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നതായിട്ട് സാധനം ഒന്ന് കാണിക്കാമോ? പിന്നെ ഈ വോയിസ് പുള്ളിക്കാരി കേൾപ്പിക്കുന്നുണ്ടല്ലോ, ചീത്ത വിളിക്കുന്ന വോയിസ് മാത്രം കേൾപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരി റോബിൻ എനിക്ക് തരാനുള്ള ഇത്ര രൂപ എനിക്കൊന്ന് തരാമോ, എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇങ്ങനെ ഒരു വോയിസ്. അങ്ങനെ സാധാരണ നമ്മൾ ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബ്രോ എൻ്റെ ഇത്ര രൂപ ഉണ്ട്, തരാൻ പറ്റുമോ, എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയണമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു വോയിസ് ഇല്ല? ലക്ഷ്മി, ഞാൻ ചോദിക്കാം, സിമ്പിളായിട്ട് ചോദിക്കാം, ലോജിക്കലി ചോദിക്കാം. ബ്രോ, ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് വേറെ. ഇപ്പോൾ ഒരാൾ മാത്രം സംസാരിക്കുന്ന, ഞാനിപ്പോൾ റീസെൻ്റ് ഒരു വീഡിയോ ഇട്ടില്ലേ, ഞാൻ എന്താ ഇട്ടത്? എല്ലാവരും പറയുന്നു ഞാൻ BJP കാരനായതുകൊണ്ട് ഞാനൊരു വർഗീയവാദിയാണെന്ന്. ഞാൻ വർഗീയവാദിയല്ല. ഞാൻ എവിടെ വർഗീയത പറഞ്ഞിട്ടുണ്ട്? പൊതുവേ BJP കാർ വർഗീയവാദികളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്,
മനസ്സിലായില്ലേ? ആ ഒരു കാര്യം ആ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ അടുത്ത് എന്തോ കാര്യം ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. മനസ്സിലായില്ലേ? പൊതുവേ പറഞ്ഞ എല്ലാവരും പറയാറില്ലേ? ഞാൻ ചോദിക്കും, പൊതുവേ സോഷ്യൽ മീഡിയ പറയാറുണ്ടോ BJP കാരെല്ലാവരും വർഗീയവാദികളെന്ന് പറയാറുണ്ടോ? പറയാറുണ്ടല്ലോ. ഇല്ല ഇല്ല ഇല്ലേ? പറയാറുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് 1 വർഷം മുന്നേ ഞാൻ BJP ജോയിൻ ചെയ്യുന്നത് മാർച്ച് എത്രാം തീയതി? 3-ാം തീയതി. മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ഞാൻ പറയാം, അതിൽ പറയുന്നുണ്ട്, ആ വോയിസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് എനിക്കിതിൻ്റെ ABCD അറിയത്തില്ല. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല, പക്ഷേ ആഗ്രഹമുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പോഴാണ് സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് വർഗീയവാദികളാണ് എന്ന് പൊതുവേ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതവിടെ റോബിൻ ഇത് അവരുടെ ഇൻറ്റൻഷൻ അതാണല്ലോ. ഞാനിപ്പോൾ BJP പാർട്ടിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞിട്ട് കഴിഞ്ഞ എന്താണ് നമ്മുടെ പ്രൊട്ടസ്റ്റിനൊക്കെ പോയ വീഡിയോസ് എല്ലാം അത്യാവശ്യം വൈറലാണ്, എല്ലാ ആൾക്കാരിലേക്ക് എത്തി ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ള. അത് കുറേ പേർക്ക് എന്ത് ചെയ്തില്ല, പിടിച്ചിട്ടില്ല. അത് പിടിക്കാത്ത പലരും എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് മറ്റുള്ള പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല മതത്തിലുള്ള ആൾക്കാരും ആയിരിക്കും. അപ്പോൾ അവർക്കറിയാം ഈ ഒരു സാധനം ഇപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, ഈ രീതിയിൽ ഒരു അറ്റാക്ക് വരും. ഞാൻ ഇപ്പോഴും പറയുന്നു, പൊതുവെ നോർമലി കേരളത്തിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, BJPക്കാർ വർഗീയവാദികളാണെന്ന് പറയാറുണ്ട്. എന്നെ പോലും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വർഗീയവാദിയാണെന്ന്. ഞാൻ റീസെൻ്റ്ലിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല, ഞാൻ വർഗീയവാദി അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ എന്ത് ചെയ്ത പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പം ആ പറഞ്ഞ കാര്യങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന കോൺവെർസേഷൻ ഏത് രീതിയിൽ വേണമെങ്കിൽ ഇതിനൊരു മറുപക്ഷം ഉണ്ടല്ലോ. ഇതിൽ ഞാൻ പറയുമ്പോൾ വേറൊരു പക്ഷമുണ്ട്, ഇതിലുണ്ട്. എന്തുകൊണ്ട് അതില്ല? ഞാൻ പറയുന്ന മാത്രം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു സൈഡ്, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എങ്ങനെ എൻ്റെ കയ്യിൽ പ്രൂവ് ചെയ്യാൻ ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. ഞാൻ അബിൽ ദേവിൻ്റെ കൂടെ സംസാരിച്ചു, ഇപ്പോഴും നോട്ട് ചെയ്യണം, ഇതിൻ്റെ മുഖ്യ പ്രതിയായിട്ടുള്ള അബിൽ ദേവിൻ്റെ കൂടെ സംസാരിച്ച വോയിസുകളാണ് ഈ വരുന്നത്. അയാൾ എന്നെ പറഞ്ഞ് ത്രട്ടൻ ചെയ്ത മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാസങ്ങൾക്ക് മുന്നേ എന്നെ ഇതേപോലെ വോയിസ് എല്ലാം വെച്ച് ത്രട്ടൻ ചെയ്ത് നിന്ന് ഞാൻ ഫണ്ട് വാങ്ങുമെന്ന് പറഞ്ഞതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അയാളുടെ കൂടെ സംസാരിച്ച, അല്ല വേദലക്ഷ്മിയുടെ കൂടെ ഈ പറഞ്ഞമാരെ ഈ ആനന്ദൂരോടെ സംസാരിച്ചല്ല, ഈ പറഞ്ഞ അബിൽ ദേവിൻ്റെ കൂടെ സംസാരിച്ച കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇയാൾ ചെയ്തിരിക്കും. ഇയാൾ ഇനിയും അത് ചെയ്യും. ഈ പറഞ്ഞ ഈ വേദലക്ഷ്മിയെ കൊണ്ട് ഇയാളാണ് ചെയ്യിപ്പിക്കുന്നത്. അബിൽ ദേവാണ് ഇതിൻ്റെ പിറകിൽ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അയാളെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത ഒരു വോയിസ് ഇട്ടത്. മനസ്സിലായില്ല? അയാൾ അത്രയും ചെയ്തു. അയാൾ ഇന്നവരെ ഒരു കേസ് കൊടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ലല്ലോ. ഈ പറഞ്ഞ വേദലക്ഷ്മിയും ഇയാളും ഒരുമിച്ചാണ് ഉള്ളത്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മനസ്സിലായി? ഇവർ ഒരു ടീമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ കൂടെ അനന്തും കൂടെ വന്നിട്ടുണ്ട്. ബ്രോ, എന്ത് വന്നാലും ഞാനത് ലീഗലി ഫേസ് ചെയ്യാൻ റെഡിയാണ്. എന്താണ് ആരോപണം വരുന്നത്? ഒരാൾ ബ്രോ നീയും നിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടെ സംസാരിക്കുന്ന ഒരു കാര്യം, അത് ഒരു വർഷം കഴിഞ്ഞിട്ട് അവനത് എടുത്ത് പുറത്തിടുകയാണ്. അപ്പം നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നീ പറഞ്ഞ രീതിയിലല്ല അവൻ നിന്നെ ത്രട്ടൻ. എടാ നീ കാശ് തന്നില്ലെങ്കിൽ, നീ എനിക്ക് 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ, എടാ നീ അന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഞാൻ എടുത്ത് ഇടുമെന്ന് നിൻ്റെ അടുത്ത് പറയാണ്. എങ്ങനെ ഇരിക്കും? അല്ല, ഞാൻ പെങ്കൊച്ചിനെ പറഞ്ഞതല്ല പറയുന്നത്. ഞാൻ പറയും ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് എൻ്റെ ലാസ്റ്റ് പ്രസ് കോൺഫറൻസ് ആണ്, പ്രസ് മീറ്റാണ്. ഫെബ്രുവരി 1 താങ്കൾ മാപ്പ് പറഞ്ഞു, പിന്നെ ഫെബ്രുവരി 17 കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു കാര്യം. അതെ, എന്നെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വിളിച്ച് വരുത്തി ഇവരെന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാ. അയാളുടെ വീട്ടിൽ വരണമെന്ന് എൻ്റെ അടുത്ത് പെരുമ്പാറ് വരണമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചെന്ന് അയാളുടെ വീട്ടിൽ പോയി അവിടെ വെച്ച് വേദലക്ഷ്മിയാണ് എന്ത് ചെയ്ത് ആ വീഡിയോ എടുത്തത്. വേദലക്ഷ്മി വീഡിയോ CCTV ഉണ്ട്, നിങ്ങൾ ഫൂട്ടേജ് ചെക്ക് ചെയ്തറിയാം. അയാൾ എന്നെ കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിൽ നിന്റെ ഇലക്ഷന് ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല, ഇലക്ഷന് ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. ഇപ്പം ചെയ്യുന്നില്ല, ഇപ്പം ഈ ഉപദ്രവം ചെയ്യുന്നില്ലേ, ഇപ്പൊ വോയിസ് ഇടുന്നു, അത് ചെയ്യുന്നു. ഈ ഉപദ്രവം അന്ന് ചെയ്യൂല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതെ, ബ്രോന് മനസ്സിലായില്ല. ഇലക്ഷന്റെ സമയത്ത് എനിക്കൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടില്ല. ബ്രോന് മനസ്സിലായി? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ ഒരു ഫിനാൻഷ്യൽ സംഭവം വന്നു. ഇതേപോലെ ഇപ്പം ഈ നടക്കുന്ന സാധനം ഇല്ലേ, ഇതിപ്പോൾ ഈ നടക്കുന്ന സാധനം ഇലക്ഷന് മുന്നേ ആയിരുന്നെങ്കിൽ എന്നെ എടുക്കോ? ഞാൻ കോമൺ സെൻസ് ചോദിക്കുക, എന്നെ എടുക്കോ? ഇല്ല. അപ്പോൾ പറഞ്ഞു, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ ഇതിലേക്ക് എന്ത് ചെയ്തില്ല, ഇലക്ഷൻ സമയത്ത് എന്ത് ചെയ്യത്തില്ല. ഇവരെന്തോ വിചാരിച്ച എന്താ ഇലക്ഷൻ സമയത്ത് എനിക്ക് എന്തോ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നാണ് ഇവരെന്ത് ചെയ്ത് വിചാരിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് കിട്ടും. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടുമോ? എനിക്ക് അങ്ങനെ കിട്ടുമോ? കോടിക്കണക്കിന് രൂപ കിട്ടുമോ? ഇയാൾ എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. കൂടെ നടന്ന് തോളിലിട്ടിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ മറ്റേ റീൽസിലൊക്കെ കാണുന്ന ഈ സാധനമാണ് ഈ അബിൽ ദേവ് എൻ്റെ അടുത്ത് എന്ത് ചെയ്തിരിക്കുന്ന പച്ചയ്ക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? അത്രേ ഉള്ളൂ. അബിൽ ദേവാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൾപ്രറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വേദലക്ഷ്മി എന്ത് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ടീമായിട്ട് ഈ പറഞ്ഞ ഡ്രേക്കും ഇവരെല്ലാം കൂടി ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കും. ഇനി നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ 3 പേരുടെ പറയണം. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നേരിട്ട് പോയി ലീഗലി പോയി എന്ത് ചെയ്യുക, നിങ്ങൾ ഫേസ് ചെയ്യുക. ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റ് വരിക, നിങ്ങൾ വന്ന് സംസാരിച്ച്. എൻ്റെ അഡ്വക്കേറ്റുമായിട്ടാണ് ഞാൻ വന്നത്, ചുമ്മാ അല്ല പോയത്. മനസ്സിലായില്ലേ?
ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ബ്രോൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ബ്രോൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കള്ളം ഉണ്ടെങ്കിൽ ബ്രോ ആദ്യമേ പോയി കംപ്ലയിൻറ്റ് ഞാൻ പോയി എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിക്കുമോ? ഇല്ലല്ലോ. ആദ്യമേ പോയി കൊടുത്ത് ആ പറഞ്ഞ ആളിനെ വിളിച്ച് വരുത്തി എന്തുകൊണ്ട് അവർ വരുന്നില്ല? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇന്ന് രാവിലെ 10 മണിക്ക് രണ്ടുപേരും വിളിച്ചാൽ വന്നിട്ടില്ല. അവരുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്, അവരെന്ത് വരാത്ത? രണ്ടാമത്തെ കാര്യം സ്റ്റോറി ഇട്ടേക്കാണ് 4 മണിക്ക് ഇവിടെ ഞാൻ വന്നേക്കാം പരിപ്പും വാഴച്ചായ. അപ്പോൾ ഇവിടെ വരാൻ സമയമുണ്ട്, 500 മീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വരാൻ സമയമില്ല അല്ലേ? പോലീസ് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഒരിക്കലും ഇല്ല. അവർക്ക് കാര്യങ്ങൾ അറിയാലോ. ഇപ്പം എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ പോലും ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇതിനെപ്പറ്റി സംസാരിച്ചില്ല. കാരണം ഇത് കഞ്ഞി കുടിക്കുന്ന ആൾക്ക്, ചോറ് ഇന്നുന്ന ആൾക്കാർക്ക് അറിയും ഇത് ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് അയാളെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളെ ഇനി പാർട്ടി പ്രവർത്തനം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അയാളെ ആക്കണമെന്നുള്ള ഒറ്റ മെൻറ്റാലിറ്റിയിൽ ഗ്രൂപ്പായിട്ടുള്ള എക്സ്റ്റോർഷോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്, ഒരു വാക്കുണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരാളിനെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് എക്സോർഷൻ. അതെ, കറക്റ്റ്, എക്സോർഷൻ എന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ലേ? ഞാൻ ഇത് കേട്ടിട്ടില്ല, എനിക്ക് ഈ സംഭവം അറിയത്തില്ല. ഇത് എക്സോർഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇവരുടെ ഇന്റൻഷൻ എന്താണ്? എന്നെ അങ്ങ് നന്നാക്കാൻ എന്നാണ്. നീയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ അങ്ങ് ഭയങ്കര നന്നാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശരിയാണ്, സത്യസന്ധനാണെങ്കിൽ ലീഗലി പോവുക, ഞാൻ അവിടെ വരാം, ഞാനല്ലേ കൊടുത്ത്, നിങ്ങൾ വാ. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ബ്രോ, നിങ്ങൾ ഇത് വീണ്ടും ആദ്യമേ ചോദിക്കുന്നത് എന്താണ്? ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇത് ട്രാൻസാക്ഷൻ നടക്കുകയല്ലേ, ബാങ്ക് വഴിയല്ലേ നടക്കുന്ന. ഇപ്പോൾ ബ്രോ, ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിക്കാം. ബ്രോ എനിക്കൊരു 500 രൂപ എനിക്ക് തന്നു. എൻ്റെ അടുത്ത് പറയാം ഒരു 10 ദിവസം കഴിഞ്ഞ് തരണം എന്ന് പറയാം. എന്നിട്ട് ബ്രോൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് തന്നിട്ട് പറയാം, അല്ല ജിപേ തന്നിട്ട് അതിലേക്ക് ഇട്ടാൽ മതി എന്ന് പറയാം. ഞാൻ എന്ത് ചെയ്തു, ബ്രോ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട്. നാളെ ഒരു സമയത്ത് ബ്രോ എൻ്റെ അടുത്ത് വന്നു, ഒരു വർഷം കഴിഞ്ഞാൽ നീ എനിക്ക് അന്ന് ഒരു 500 രൂപ തരാനുണ്ട്, നീ എനിക്ക് തന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത്, ബ്രോ അല്ലേ എനിക്ക് അന്ന് ആ ഫ്രണ്ട്, നിനക്ക് ഞാനല്ലേ തന്ന, നീ എനിക്കല്ലേ ഇട്ട് തരേണ്ടത്, അതിൻ്റെ 500 രൂപ ഇട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഞാൻ കൊടുത്തു. ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് ഇവിടെ നടക്കുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, കാശ് കൊടുക്കാനുള്ള വേദലക്ഷ്മി ഇന്നവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ആ പർട്ടിക്കുലർ വോയിസ് ചോദിക്കാൻ പറഞ്ഞു കാണും, അതുകൊണ്ടാണ് ബ്രോ പറ്റിൻ്റെ ചോദിച്ചത്, അത്രേ ഉള്ളൂ. ആ വോയിസിൻ്റെ പറയില്ല ഇത്ര, ആ വോയിസ് മാത്രം. കാരണം ആ കംപ്ലയിൻറ്റിൽ, പോലീസിൽ കൊടുത്തേക്കുന്ന കംപ്ലയിൻറ്റിൽ ജനുവരി 31-ാം തീയതി പ്രത്യേകിച്ച് ഞാൻ ഈ വോയിസ്, കാരണം അബിൽദേവൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ ഈ വോയിസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുമെന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ എന്ത് ചെയ്ത് എഴുതി വെച്ച്. അത് മൾട്ടിപ്പിൾ ടൈംസ് എടുത്തിട്ടുണ്ട്. എന്തിന്? ഇല്ല ബ്രോ ഈ വ്യക്തി എങ്ങനെയാണെന്നറിയോ? ഈ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് ബ്രോ കേക്ക് ഞാൻ പറഞ്ഞത്, ഈ വ്യക്തിക്ക് വീഡിയോന്റെ കാര്യം പറഞ്ഞില്ല, 90,000 പറഞ്ഞ വീഡിയോ, ആ വീഡിയോ ഇപ്പൊ എങ്ങനെ ബ്രോ അറിഞ്ഞു? ഞാൻ ചോദിച്ചത്, ആ വ്യക്തി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ, എൻ്റെ അടുത്ത് ആ വ്യക്തി, എനിക്കിപ്പോൾ പ്രാന്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് കാശ് തന്നെ, അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, എനിക്കും ഈ അബിൽദേവിനും അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ആ ഒരു വീഡിയോ ബ്രോന് എങ്ങനെ അറിയാം? ബ്രോ എങ്ങനെ അറിയും? ആ പുള്ളിക്കാരൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ആ പുള്ളിക്കാരൻ പറഞ്ഞു. ഇപ്പം മനസ്സിലായല്ലോ അല്ലേ? എന്ന് വെച്ചാൽ എനിക്കും ആ വ്യക്തിക്കും അറിയാവുന്ന ഇങ്ങനൊരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ള സംഭവം പുള്ളിക്കാരൻ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു ബ്രോ? ബ്രോ ചുമ്മാ അല്ല. അപ്പം അറിയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ അബിൽദേവിൻ്റെ അച്ഛനായിരിക്കും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഇടണേ. അതെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തത്. അത് കഴിഞ്ഞ് കേസ് കൊടുത്തതിന് ശേഷം ഇവർ ഇലക്ഷന്റെ സമയത്ത് വീണ്ടും എന്നെ ത്രട്ടൻ ചെയ്യിപ്പിച്ച് എൻ്റെ അടുത്ത് ജനറൽ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു അവരെ പോയി കാണണമെന്ന് എന്നെ വിളിച്ച് സാറ് പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇപ്പോൾ ഈ സമയത്ത് ഒരു അലിഗേഷൻ വരാൻ പാടില്ല, റോബിനെ പോയി കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഹോളിഡേയിൽ സാറ് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, പോയി കണ്ടു. അന്നും ഈ വേദലക്ഷ്മി ഉണ്ടായിരുന്നു. അവിടുത്തെ CCTV പരിശോധിച്ച് അറിയാൻ പറ്റും. ഇതേപോലെ നിപ്പോണ്ട് പറയടാ. അന്ന് 36 പറഞ്ഞത് പിന്നെ 45 ഫോഴ്സ്ഫുള്ളി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഗതികേടാണ്. ഒരു പക്ഷേ ഞാൻ ജയിച്ചു പോയ MLA അല്ലേ, ആ സമയത്ത് പിന്നെ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അവിടെ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇതേപോലെ ഒരു ഇലക്ഷന് വരിക. സാധാരണക്കാരൻ, ഞാൻ കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി ഓരോ പടിപടിയായിട്ട് പോകുമ്പോൾ ഇതേപോലത്തെ ഓരോ ആൾക്കാർ വന്ന് ഇത് ചെയ്യും, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഇവരിനി അടുത്ത പ്രസ് മീറ്റോ എന്ത് കൊടുക്കുന്നതിന് മുന്നേ ആണെങ്കിലും അവരെന്ത് പ്രസ് മീറ്റൊക്കെ എന്ത് നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ ലീഗലി ഒരു പ്രാവശ്യം വന്ന് കണ്ട് നിങ്ങളെ കാര്യങ്ങൾ സംസാരിക്കുക. അതാണോ നിങ്ങളുടെ ഇൻറ്റൻഷൻ? അതേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങ് നശിപ്പിച്ച് നാരായണക്കല്ല് എടുക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് നിങ്ങൾ കാണിക്കുക. അതെ,
അവര് പ്രതികളാവുന്ന സമയത്ത് ശരിക്കും അവരെ പോലീസ് അവർ കൊണ്ടുവരണ്ടേ ശരിക്കും പറഞ്ഞു അത് ലീഗലി അവർ പോലീസ് നോക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ ഞാൻ എന്ത് പറയാനാ, ഞാൻ വീണ്ടും കംപ്ലയിൻറ്റ് കൊടുത്തു. ഞാൻ ഓൾറെഡി അവിടെയും കംപ്ലയിൻറ്റ്, ഇവരൊക്കെ എങ്ങനെ ഇന്നൊന്നും തുടങ്ങിയതല്ല. ജാനുവരിയിലെ ഞാനാണ് പോയി കംപ്ലയിൻറ്റ് കൊടുത്തത്, അന്ന് അവർ വന്നില്ല. ഇന്നും കംപ്ലയിൻറ്റ് കൊടുത്ത് ഇന്നും വന്നില്ല. ഞാൻ എന്ത് പറയാനാ? അതൊക്കെ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് വിളിക്കുമ്പോഴത്തേക്ക് ആ പുള്ളിക്ക് പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, ഞാനങ്ങനെ റോബിനെ പോലെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, എനിക്ക് അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ടെന്ന് എൻ്റെ അടുത്ത് വീഡിയോ ഇട്ടത് ഇത് ഞാൻ കൊടുത്ത സമയത്ത്. എന്നിട്ട് ഇന്ന് പോസ്റ്റ് ഇട്ടേക്കാണ്, ഇന്ന് പോസ്റ്റ് ഇട്ടേക്കാണ് 4 മണിക്കല്ലേ സംഭവം. ഞാൻ അവിടെ വരുന്നുണ്ട് പരുപ്പിൻചാൻ. അപ്പോൾ അവിടെ വരെ ഇവിടെ ഈ പാലാരിവട്ടത്ത് ഇവിടെ വരെ വരാൻ പറ്റുന്ന ആളിന് 500 മീറ്റർ അപ്പുറത്ത് വരാൻ വയ്യ. എന്തേ വരാൻ വയ്യാത്ത ചോദിക്കുന്നത്? ഞാൻ സിമ്പിൾ ചോദ്യമല്ലേ ചോദിച്ചാൽ ബ്രോ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് ഇന്നലെയാണ്. പറയട്ടെ ഒരു കാര്യം, ഇന്നലെയാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. ഇന്ന് 10 മണിക്ക് വിളിച്ചു, അവർ വന്നില്ല. ഇനി എപ്പോ വരുമെന്ന് അറിയത്തില്ല. മനസ്സിലായില്ലേ? ഇവിടെ വരാം. അല്ല അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് ഇലക്ഷൻ നടന്നത്. ഇലക്ഷൻ ഭാഗമായിട്ട് ഞാൻ അതിൽ തിരക്കാറ് അറിയാലോ. ഇലക്ഷന്റെ സമയമാകുമ്പോൾ നമുക്ക് ഒന്നിനും തിരിഞ്ഞു നോക്കാൻ പറ്റും. ഇലക്ഷന്റെ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് ബയോപ്സിയിൽ ക്യാൻസറിന്റെ റിപ്പോർട്ട് വരുന്നത്. ഞാൻ പിന്നെ ഇലക്ഷന്റെ സമയം തൊട്ട് അമ്മയുടെ കാര്യത്തിൽ പിറകിലായിരുന്നു. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ അമ്മയാണ് ഇമ്പോർട്ടൻറ്റ്, എന്നെക്കാട്ടി ഇമ്പോർട്ടൻ്റ് എൻ്റെ അമ്മ. ജൂലൈ 3-ാം തീയതി എൻ്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു. മനസ്സിലായി? അതിനുശേഷമാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, മീൻസ് പ്രൊട്ടസ്റ്റ് ആണെങ്കിലും പാർട്ടി വൈസ് ആണെങ്കിലും ഇറങ്ങാൻ തുടങ്ങിയത്. ഇത് പ്യൂർലി ഞാൻ പറഞ്ഞില്ലേ, ഇവരിത് പലപ്പോഴും ഈ പറഞ്ഞ മുന്നേ ചെയ്യുമെന്ന്, എന്നെ ത്രെട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ കംപ്ലയിൻറ്റ് കൊടുത്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു. ഞാനിത് പിന്നീട് എല്ലാം ചെയ്യുന്നത് ഇവർ എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നില്ലേ? ഇതെന്നെ പല പ്രാവശ്യം ഞാൻ കഷ്ടപ്പെട്ടല്ലേ ഇത് എൻ്റെ ഒരു പേര് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വരുന്നത്. അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാശ് ഞാൻ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇത് രണ്ടിനും ഞാൻ റെഡിയല്ല. ഞാനിത് ഫൈറ്റ് ചെയ്യും, ലീഗലി തന്നെ ഫൈറ്റ് ചെയ്യും. സോഷ്യൽ മീഡിയ കോർട്ടല്ല, നമ്മുടെ നിയമം ഉള്ള നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ലീഗലി നമ്മൾ മൂവ് ചെയ്ത് അത് ലീഗലി ഫൈറ്റ് ചെയ്ത് ലീഗലി ഇതിനുള്ള കാര്യങ്ങൾ ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തും. കാരണം ഒരുപാട് പേരുടെ ലൈഫ് ഇതേപോലെ സോഷ്യൽ മീഡിയ കാരണം നശിച്ചു പോകുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ അനന്തുവിനൊക്കെ എന്ത് ബാക്ക്ഗ്രൗണ്ടാണോ എന്തോ ഈ പറഞ്ഞ കോർട്ടായിട്ട് അല്ലെങ്കിൽ കോടതിയായിട്ട് വന്നിരുന്ന് ഇതേപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാം. എനിക്കറിഞ്ഞൂടാ. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി പോസ്കോ കേസിൽ പ്രതിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കുക, അനന്തു സുൽജിത്തിനെ പറ്റി ഒന്ന് അന്വേഷിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം അന്വേഷിക്കും. ഇവൻ ആരെ ഈ പറഞ്ഞ കണക്ക് വന്ന് എൻ്റെ അടുത്ത് വന്ന് കാശ് ചോദിച്ച് നടക്കാത്ത കാര്യം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഭാഗ്യത്തിന് അന്ന് എപ്പോഴോ കിടന്ന ഒരു 10,000 രൂപ കിടന്ന സാധനമാണ് എന്ത് ചെയ്താൽ ഞാൻ പിന്നീട് നോക്കുമ്പോഴേ കാണുന്നത്. എൻ്റെ ഇവിടെ ഇരുന്നിട്ടാണ് എൻ്റെ അടുത്ത് എന്ത് ചെയ്താൽ ഞാൻ കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്, ഇച്ചിരി ചിലവാണ്. ചിലവാകും. അപ്പം ഞാൻ പറയാം, എടാ എൻ്റെ ചിലവായ അത്രയൊന്നും ഇല്ല. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് അപ്പുറത്ത് പോയി അവിടെ നിന്ന് ഇപ്പോൾ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. ഇവിടെ ഇൻഡസ്ട്രി വേറെ നശിപ്പിക്കുക നടക്കില്ല. ഇല്ല, അടുത്ത ആഴ്ച കുളിച്ച് ഒന്ന് എണീറ്റതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ വർക്ക് തുടങ്ങും. അടുത്ത ആഴ്ച എനിക്കൊന്ന് അടുത്ത തിങ്കളാഴ്ച തുടങ്ങും. നീ കാണണം. വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പം വന്നില്ല. എടേ ഒന്നുമില്ലടാ, ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞടേ. ഇത് കാണുന്ന വിവരം ബോധം വിദ്യാഭ്യാസം ഉള്ള മലയാളികളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇനി അവർ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ എക്സോർഷൻ എന്താ ബ്രോ പറഞ്ഞ വേറെ എന്താ എക്സോഷൻ ആണോ നടക്കുന്നത്? ആ പുള്ളിക്കാരൻ പറഞ്ഞ കണക്ക്. ഓക്കെ, ഞാൻ ആലോചിക്കുകയാണ് ഇവരെ പിറകെ ഒന്ന് പോണേ. പിന്നെ ഈ പറഞ്ഞ അബിൽദേവിനെയും വേദലക്ഷ്മിനെയും കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചോ. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ജീവിക്കുന്ന എക്സാമ്പിളാണ് ഞാൻ. മതിയായി എൻ്റെ ദൈവം, എനിക്കിനി ആരും വേണ്ട, ഫ്രണ്ട്സ് ഒന്നും വേണ്ട. ഈ ഒറ്റ എൻ്റെ തന്നെ ഇതേപോലെ വോയിസ് എടുത്തിട്ട് നിങ്ങളെ കൂടെയൊക്കെ നിങ്ങൾ ആരുടെ എന്തൊക്കെ സംസാരിച്ചാണ് ഈ അബിൽദേവിൻ്റെ അടുത്ത് വേദലക്ഷ്മിയുടെ അടുത്തും എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരും ഇവന്മാരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിനും പണി കിട്ടും. നിങ്ങൾ സൂക്ഷിച്ചോ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? എനിക്ക് അറിഞ്ഞോ, പേടിച്ചിട്ട് വരത്തില്ല ബ്രോ. ഞാൻ പേടിച്ചിട്ട് എത്ര നാൾ വരെ ഇതേപോലെ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ബ്രോ. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ തന്നെ പേടിച്ചിട്ട് എത്ര നാൾ. ഈ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് വീഡിയോ എടുത്തു. അപ്പോൾ അമ്മമാരെ ഒരു ഇതൊന്നും നോക്കിയാൽ പെണ്ണിനെ വെച്ചിട്ട് ചെയ്യുന്ന ഈ അബിൽദേവി ഇന്നേരം കംപ്ലൈന്റ് കൊടുത്തില്ല, പെണ്ണിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? കംപ്ലൈന്റ് കൊടുക്കും. മനസ്സിലായ? സിമ്പിൾ. ഇതിവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ബ്രോ, നിങ്ങൾ അന്വേഷിച്ച്. എനിക്ക് എൻ്റെ കാര്യമല്ലേ അറിയത്തുള്ളൂ. മനസ്സിലായി? ഞാൻ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പോയി പിന്നെ നോക്കാൻ പോണില്ല. പിന്നെ അനാവശ്യമായിട്ട് ഇനി ഒരു രീതിയിലും എന്നെ എന്ത് ചെയ്യരുത്. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോർത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ ഒരുപാട് സന്തോഷം. ഞാൻ ഇത്രയും മീഡിയാസ് ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു കുഞ്ഞു റിക്വസ്റ്റ് പ്രകാരം നിങ്ങളെല്ലാം വന്ന് മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.